ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിൽ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ചന്ദ്രയും ശ്രുതിയും കൂടി പരമാവധി തന്നെ ശരത്തിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ സച്ചി രേവതിയും ശരത്തിനെ എന്തു കാരണം കൊണ്ടാണ് ശരത്ത് മോഷ്ടിക്കാനുണ്ടായ കാരണമെന്നെല്ലാം തന്നെ രവിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിസ്സഹായ അവസ്ഥയിൽ തന്നെ നിൽക്കാണ്ട് രവി. അപ്പോൾ ആ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് 2 പോലീസുകാർ വന്നതിന് ശേഷം സച്ചിനെ കാണുമ്പോൾ തന്നെ പറയുന്നത്, സച്ചി നീ ഇവിടെ ഉണ്ടായിരുന്നു, നിന്നെ ആദ്യം നിന്റെ ഭാര്യയുടെ വീട്ടിൽ വെച്ച് കണ്ടതാണല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നത്, എന്താ സാറെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഞങ്ങൾ നിന്റെ അമ്മയുടെ പേര്, നിന്റെ അമ്മയ്ക്ക് കേസൊന്നും ഇല്ല എന്നല്ലേ നീ പറഞ്ഞത്, കേസില്ല എന്നത് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി മേടിക്കുവാൻ SI പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയും ശ്രുതി അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം പറയുന്നുണ്ട്, ആര് പറഞ്ഞു എനിക്ക് കേസില്ല എന്ന്, എനിക്ക് നല്ല രീതിയിൽ തന്നെ കേസുണ്ട്, എന്റെ ബാഗ് മോഷ്ടിക്കാൻ മാത്രമല്ല അവൻ തള്ളിയിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ ചന്ദ്ര പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രേവതി ആകെ തകർന്നു പോകുന്നുണ്ട്. രേവതി വേഗം ചെന്ന് രവിയുടെ അടുത്ത് എന്നതിന് ശേഷം അമ്മയോട് കേസ് കൊടുക്കരുത്, പിൻവലിക്കാൻ പറയുന്നുണ്ടെങ്കിൽ രവി ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ. അതിനുശേഷം ചന്ദ്ര പറയുന്നുണ്ട്, അവർ പറയുന്നൊന്നും കേൾക്കണ്ട സാർ, എനിക്കാണ് കേസുള്ളത്, എനിക്ക് അവൻ്റെ പേര് കംപ്ലൈൻറ്റ് കൊടുക്കണം, അവൻ ജയിലിൽ പോകണം, അവൻ മാത്രമല്ല ഇവരെ വീട്ടുകാർ മുഴുവൻ ജയിലിൽ പോയാൽ എനിക്ക് സമാധാനമാണ്, ഞാനത് ചോദിക്കാൻ വീട്ടിലേക്ക് ചെന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി വളഞ്ഞിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര നുണ പറയാണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചി വേഗം വന്നിട്ട് പറയുന്നത്, സാർ ഇതൊന്നും കേൾക്കരുത്, ഇതൊരു കുടുംബ പ്രശ്നത്തിൻ്റെ പേര് ഇവർ വെറുതെ ഉണ്ടാക്കി പറയുന്നതാണ്, സാർ എന്തായാലും കേസെടുക്കാൻ നിൽക്കുന്നത്, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം നിന്ന് രവിയുടെ അടുത്ത് എന്നതിന് ശേഷം അച്ഛ കേസ് പിൻവലിക്കാൻ പറയാച്ച ശരത്തിൻ്റെ ഭാവി എന്താവും, തെറ്റ് ചെയ്ത് നമ്മളല്ലേ ക്ഷമിക്കേണ്ട, അച്ഛൻ തന്നെ പലവണ പറഞ്ഞു തന്നിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോഴും രവിക്ക് സങ്കടം വരുന്നുണ്ട്. രവി പറയുന്നുണ്ട്, അച്ഛനൊന്നും ചെയ്യാൻ സാധിക്കില്ല, തെളിവുകളെല്ലാം തന്നെ ചന്ദ്രയുടെ പക്കലുണ്ട്, മാത്രമല്ല കോടതിക്ക് ശിക്ഷ കൊടുക്കാനായിട്ട് ഇതൊക്കെ തന്നെ ധാരാളം മതി, എന്നെ കൊണ്ട് പറ്റില്ല സച്ചി, ഞാൻ നിസ്സഹായ അവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി പറയുന്നുണ്ട്. എന്നിരുന്നാലും തൻ്റെ 2 മക്കളെ സച്ചിയെ രേവതിയും ചേർന്നത് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയം തന്നെ ചന്ദ്ര പറയാണ്, ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട സാർ, എനിക്ക് കേസുണ്ട്, സാർ ആ പരാതിയുടെ പേപ്പർ അങ്ങ് താട്ടെ, ഞാൻ ഒപ്പിട്ട് തരാമെന്നും പറഞ്ഞിട്ട് ചന്ദ്ര ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്ക് രേവതി ആകെ തകർന്നു പോട്ടെ. രേവതി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സച്ചി വന്ന് സമാധാനിപ്പിച്ചതിന് ശേഷം പറയുന്നുണ്ട്, എല്ലാവരും കൂടി ഒറ്റക്കെട്ടായാലേ, എന്നെ രേവതി ഒറ്റപ്പെടുത്തിയാലേ, ആരെയില്ല എന്ന് പറഞ്ഞതിന് ശേഷം ചന്ദ്രയുടെ നേരെ നോക്കിയിട്ട് പറയാം, നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ഇതല്ലല്ലേ ഏറ്റവും അവസാനത്തത്, ഇതിനും വലുതായിട്ട് എന്തെങ്കിലും ശരത്തിനെ രക്ഷിക്കാനായിട്ട് എനിക്ക് ചെയ്യുമോ എന്ന് എനിക്ക് അറിയണമെന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ, രേവതി ഇനി അകത്തേക്ക് കയറി പോകാനായിട്ട് രേവതിയോട് പറയുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, എങ്ങോട്ടേ അകത്തേക്ക്, അവൾ പുറത്തേക്ക്, രവിയായിട്ട് അവളോട് പുറത്തിറങ്ങി പോകാൻ പറയുമ്പോൾ ചന്ദ്ര പറയുമ്പോഴത്തേക്ക് രവി പറയുന്നുണ്ട്, നീ നിന്റെ ആഗ്രഹം അനുസരിച്ച് ശരത്തിനെതിരെ കേസ് കൊടുത്തപ്പോൾ ഞാനൊന്നും വേണ്ടിയില്ല, കാരണം അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, അവൻ ചെയ്തിട്ട് രേവതി മോള് ശിക്ഷിക്കേണ്ട കാര്യം എന്താ, രേവതി മോള് പുറത്തേക്ക് പോവുകയില്ല, രേവതി മോൾ ഇവിടെ തന്നെയാണ് നിൽക്കാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ രവി പറയുന്നത്. കൂടെ തന്നെ വർഷയും ശ്രീകാന്തും പറയട്ടെ, അതേ ശരത്ത് ചെയ്ത തെറ്റിന് ഏട്ടത്തിന് എന്തിനാ കുറ്റപ്പെടുത്തുന്ന, ഏട്ടത്തി ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് അവരും പറയുന്നുണ്ട്. എന്നാൽ ശ്രുതിയാകട്ടെ ചന്ദ്രയെ ഫുൾ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്ന. അവസാനം ചന്ദ്ര പറയുന്നുണ്ട്, ഇവളിൽ നിൽക്കുന്ന വീട്ടിൽ എന്നെ കൊണ്ട് നിൽക്കാൻ സാധിക്കില്ല, ഞാൻ വീട് വിട്ട് ഇറങ്ങി പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നത്. തൊട്ട് പിന്നാലെ തന്നെ ശ്രുതിയും ചെന്നതിന് ശേഷം പോവരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ചന്ദ്ര പറയാണ്, അവൾ ഇവിടെ നിന്ന് പോവാതെ ഞാൻ ഈ വീട്ടിലേക്ക് പടി കയറുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് ലഗേജൊക്കെ എടുത്തുകൊണ്ട് വരാട്ടെ. ഈ ഒരു സമയം തന്നെ സച്ചിയും രവിയോട് പറയുന്നുണ്ട്, അമ്മയോട് പോവരുതെന്ന് പറയുന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾ എന്നോടും വളർന്നു, അവൾക്ക് തന്നെ തീരുമാനമെടുക്കാനുള്ള റൈറ്റ്സും ഉണ്ട്, ഞാൻ പറഞ്ഞാലും അവൾ കേൾക്കാൻ പോകുന്നില്ല എന്നൊക്കെ രവി പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര വരുന്ന കാണുമ്പോൾ തന്നെ രവി ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടേക്ക് ചന്ദ്ര എന്ന് ചോദിക്കുന്ന സമയത്ത്, ഞാൻ ബാമയുടെ വീട്ടിലേക്ക് പോവുകയാണ്, ഇവിടെ ഈ വീട്ടിലുള്ളിടത്തോളം കാര്യം ഞാൻ ഇങ്ങോട്ടേക്ക് തിരികെ വരികയില്ല, നിങ്ങൾക്ക് 30 വർഷമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു, നിങ്ങൾക്ക് എന്നേക്കാൾ വലുത് ഇവളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കിയാണ് ചന്ദ്ര പോകുന്നത്. ചന്ദ്രയുടെ പടിയിറക്കം ശ്രീകാന്തിനെയും ശ്രുതിയെയും സച്ചിയെയും രേവതിയും എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും സച്ചി രേവതി അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. ശ്രീകാന്തും ശ്രുതിയും പിന്നാലെ ചെന്ന് പോകരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ തന്നെ ചന്ദ്ര വീട് വിട്ടിറങ്ങുകയാണ്. ചന്ദ്ര നേരെ ബാമയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ബാമ കാര്യം തിരക്കുന്നുണ്ട്. ഇന്ന കാരണം കൊണ്ട്, അതായത് രേവതി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാതെ താൻ ആ വീട്ടിലേക്ക് ചെല്ലില്ല എന്നുള്ളൊരു വാച്ചോട് കൂടിയാണ് ഇറങ്ങി വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവി എന്ത് പറഞ്ഞു അതേ രീതിയിൽ തന്നെ ബാമ സംസാരിക്കാറുണ്ട്. അതിനെ ശരത്ത് ചെയ്ത് തെറ്റ് നീ എന്തിനാ രേവതിനെ ശിക്ഷിക്കുന്നത്, രേവതി പാവമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, ഞാനിവിടെ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലാമെന്നാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളാം എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അതല്ല ചന്ദ്ര ഞാൻ പറഞ്ഞത്, രേവതിയുടെ ഭാഗത്ത് നിന്ന് നീ ചിന്തിച്ചു നോക്ക്, ശരത്ത് ചെയ്ത് തെറ്റിന് നീ എന്തിനാ രേവതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാമ ചന്ദ്രയോട് സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ചന്ദ്രയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.